കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. അഗ്നിരക്ഷാസേനയുടെ സംയോജിത ഇടപെടൽ ഒഴിവായത് വലിയ ദുരന്തമാണ്. തിങ്കളാഴ്ച രാത്രിയാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. കാസർഗോഡ് അശ്വിനി നഗറിലെ മാലി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്പർശ ക്ലിനിക്കിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് ക്ലിനിക്കിൽ നിന്നും പുക ഉയരുന്നത് സമീപവാസികൾ ശ്രദ്ധിക്കുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. സംഭവസ്ഥലത്ത് VN വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള 2 ഫയർ യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഡോക്ടർ ഗോപാലകൃഷ്ണ പി, ഭാര്യ ഡോക്ടർ സുധാ ഭട്ട് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്കിൻ ആൻഡ് കിഡ് കെയർ എന്ന സ്പർശ ക്ലിനിക്കിലാണ് തീ പടർന്നത്. പൂട്ടിക്കിടന്ന ക്ലിനിക്കിൽ നിന്നും പുക ഉയരുന്നതാണ് ആദ്യം കണ്ടതെങ്കിലും മിനിറ്റുകൾക്കകം അത് വലിയ തീഗോളമായി ക്ലിനിക്കിനകം പൂർണ്ണമായും കത്തിയമർന്നു. 4 മുറികളിലായി പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്കിൽ ശക്തമായ പുക കാരണം അകത്ത് കയറാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. സ്വയം രക്ഷാർത്ഥം മുൻകരുതൽ നടപടി സ്വീകരിച്ചാണ് ഏറെ നേരത്തെ ശ്രമഫലമായി ഷട്ടർ പൂട്ടുകൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്ത് പ്രവേശിച്ചതും തീ അണച്ചതും. റൂമുകളിലുണ്ടായിരുന്ന AC, ഫ്രിഡ്ജ്, ഫാനുകൾ, കമ്പ്യൂട്ടറുകൾ, ഫർണിച്ചറുകൾ, ക്ലിനിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങി മറ്റു അനുബന്ധ വസ്തുക്കളടക്കം എല്ലാം പൂർണ്ണമായും അഗ്നിക്കിരയായി. സേനാംഗങ്ങൾ വെള്ളം പമ്പ് ചെയ്താണ് തീ പൂർണ്ണമായും അണച്ചത്. റൂമുകളിലുണ്ടായിരുന്ന തീ പടരാൻ സാധ്യതയുള്ള വസ്തുക്കൾ പുറത്തേക്ക് എത്തിച്ച് തീ പടരുന്നത് ഒഴിവാക്കി. ഇതേ കെട്ടിടത്തിൽ ഹോട്ടലും ലോഡ്ജും പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിനിക്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജ്വല്ലറി, ഫ്രൂട്ട്സ് കട, കമ്പ്യൂട്ടർ സ്ഥാപനം, ദന്തൽ ക്ലിനിക്ക്, ഫൈനാൻസ് സ്ഥാപനം തുടങ്ങി 15ഓളം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായതും വലിയ ദുരന്തമാണ് ഒഴിവായത്. സമീപത്തെ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ അടക്കം ഉണ്ടായിരുന്നു എന്നതും ചെറിയൊരു പാളിച്ച പോലും വലിയ പൊട്ടിത്തെറിയിലേക്ക് വഴിവെക്കുമായിരുന്നു. സമീപത്തെ വലിയ സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിലേക്കും തീ പടരാതെ നിയന്ത്രിക്കാനായതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാസർഗോഡ് അഗ്നിസുരക്ഷാ നിലയത്തിൽ നിന്നും സുഖുവാണ് സംസാരിക്കുന്നത്. സഫാറയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന തീപിടുത്തം സാർ, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. സാർ, ഇന്നലെ ഏകദേശം 11:20ഓടെയാണ് അശ്വിനി നഗർ എന്ന സ്ഥലത്ത് തീപിടിക്കുന്നതായി നാട്ടുകാർ വിവരം അറിയിച്ചത്. ഓക്കെ, എത്ര യൂണിറ്റ് ഫയർ? 2 യൂണിറ്റ് എൻജിൻ അവിടെ സംഭവസ്ഥലത്ത് ഉടൻ തന്നെ എത്തി. നമ്മളെ തൊട്ടടുത്തായതുകൊണ്ട് 2 യൂണിറ്റും വളരെ വേഗം നമുക്ക് എത്താൻ സാധിച്ചു. ഓക്കെ ഓക്കെ, അത് വലിയൊരു തീപിടുത്തമാണ് സാർ. എങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? ഇതൊരു വലിയ തീപിടുത്തത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാര്യം ക്ലിനിക്കിന്റെ ഏകദേശം ക്ലിനിക്ക് ഫുള്ളായി തന്നെ കത്തിയമർന്നിട്ടുണ്ട്. കാര്യം ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഷട്ടർ ഇട്ടിരുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ആ ഷട്ടർ പൊട്ടിക്കുന്നതിനും ഫയർ ഫൈറ്റ് ചെയ്യുന്നതിനും ഉള്ള ഒരു സമയമെടുത്തു. ഓക്കെ ഓക്കെ, അതിനു മുമ്പ് അതിനകത്ത് പൂർണ്ണമായും തീ കത്തിയിട്ടുണ്ട്. AC-യിൽ നിന്നും വന്നതാവാനാണ് ചാൻസ്. കാര്യം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മൂലം. ആ ഒരു കെട്ടിടത്തിൽ ലോഡ്ജ്, മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ തൊട്ടടുത്ത് വലിയൊരു ജ്വല്ലറി ഉണ്ട്. ഇതിലേക്കൊക്കെ തീ പടരാൻ സാധ്യത ഉണ്ടായിരുന്നു. തീർച്ചയായും തീ പടരാൻ
ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ദുരന്തമാണ് നമുക്ക് ഒഴിവാക്കാൻ വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കാൻ സാധിച്ച കാര്യം. ഞങ്ങളെ ഫയർ സ്റ്റേഷനുമായിട്ട് ഏകദേശം ഒരു 250 മീറ്ററും മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ താമസം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഉടൻ തന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ എത്ര രൂപയുടെ നഷ്ടം ഇപ്പോൾ ഫയർ കണക്കാക്കുന്നുണ്ട്? അതിന് ലക്ഷങ്ങളോളം പൈസയുടെ നഷ്ടം നമ്മൾ കണക്കാക്കുന്നു. ഏകദേശം ഒരു 20-25 ലക്ഷം രൂപ നമ്മൾ തന്നെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ AC നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആണോ? അത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് കൂടുതലും ചാൻസ്. കാര്യം അടഞ്ഞു കിടക്കുന്ന റൂമാണ്, മേളിലെന്നാണ് കത്തി വന്നിട്ടുള്ളത്. അത് കുഞ്ഞുങ്ങളെ ഡോക്ടറും അതുപോലെ തന്നെ സ്കിന്ന് ഡോക്ടറും അല്ലേ? ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ സുധാ ഭട്ട് എന്നിവർ നടത്തുന്നതാണ് ഈ ക്ലിനിക്ക്. സേന അവിടെ എത്തുമ്പോൾ ഒരു കെട്ടിടം ഫുള്ള് തീയായിരുന്നു. തീ നമുക്ക് ആദ്യം കെടുത്തുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഷട്ടറുകൾ ലോക്കായിരുന്നു. സേനാംഗങ്ങൾ ഉടൻ തന്നെ BS സെറ്റ് ധരിച്ച് ലോക്കുകൾ പൊട്ടിക്കുകയും തുടർന്ന് ഷട്ടർ പൊക്കി തീ അണയ്ക്കാൻ സാധിക്കുകയും ചെയ്തു. സേനാംഗങ്ങളായ M. രമേശ്, OK പ്രജിത്ത്, P. രാജേഷ്, S. അരുൺകുമാർ, ജിത്തു തോമസ്, MA വൈശാഖ്, ഹോംഗാർഡുമാരായ A. രാജേന്ദ്രൻ, VG വിജിത്ത്, K. സുമേഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും KCB ജീവനക്കാരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു. AC-യിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പടരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. നഗരത്തിലെ മിക്ക കെട്ടിടങ്ങൾക്കും ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവ സമയബന്ധിതമായി പുതുക്കാത്തതും ചില കെട്ടിടങ്ങൾക്ക് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതും വിനയാകുന്നുണ്ട്. സുരക്ഷാ സംവിധാനം ഇല്ലാത്ത കെട്ടിടങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു.